55,000 കോടി കൊടുത്തിരുന്നു 5 കൊല്ലമായിട്ട്. ഈ ഗവൺമെന്റ് കിട്ടിയ വലിയ നേട്ടമാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അപ്പൊ 16-ാം ധനകാര്യ കമ്മീഷൻ വരും. 16-ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് 14,137 കോടി രൂപ ഈ ഫസ്റ്റ് ഇയറിൽ ലഭിക്കും. അതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. 16-ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തി. സർ, അത് കിട്ടുമെന്ന് കരുതി പ്ലാൻ ആരെങ്കിലും തയ്യാറാക്കും? പ്ലാൻ അത് കിട്ടിയേക്കും. അത് എന്ത് കണക്കാണ്? 14,137 കോടി അത് കിട്ടിയേക്കും. അതായത് 16-ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു 14,137 കോടി നമുക്ക് കിട്ടും ഫസ്റ്റ് ഇയറിൽ. അതില്ല, പോയി. പ്ലാനിൽ നിന്ന് 14,137 കോടി രൂപ പോയി. സാർ, പിന്നെയുള്ള കണക്ക് എന്താണ്? പിന്നെയുള്ള കണക്ക് 16-ാം ധനകാര്യ കമ്മീഷൻ 15-ാം ധനകാര്യ കമ്മീഷൻ 1.92% നികുതി വിഹിതം. അവരത് വർദ്ധിപ്പിക്കും. ഊഹമാണ്, വൈൽഡ് ഗസ്സാണ്. അത് അവർ വർദ്ധിപ്പിച്ച് അത് 2.8 ആക്കും. 2.8 ആക്കും. പക്ഷെ അവര് വർദ്ധിപ്പിച്ചു. പക്ഷെ 2.38 മാത്രമാണ് അവരാക്കിയത്. സർ, അപ്പൊ എത്രയാ പോയത്? അപ്പൊ വീണ്ടും ഒരു 5,000 കോടി കൂടി പോയി. മറ്റു ചില പ്രതീക്ഷിത ഗ്രാന്റുകളിൽ നിന്ന് ഒരു 600 കോടി രൂപ പോയി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ അധികാരത്തിൽ വന്ന് ഏതെങ്കിലും ഗവൺമെന്റ് ഇതുപോലൊരു അന്തരീക്ഷം ഫേസ് ചെയ്തിട്ടുണ്ടോ? 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. അല്ലല്ല, ഞാൻ തീർത്തോട്ടെ, അതൊരു സംശയം ചോദിക്കാം. 20,500 കോടി ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഐ വിൽ ഗിവ് യു ആൻ ഓപ്പർച്യൂണിറ്റി. 20,500 കോടി രൂപയില്ല. നീ എന്ത് ചെയ്യും? അതാണ് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ ഇത് ടേബിളിൽ വെച്ച വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല സാർ, ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് എല്ലാ കണക്കുകളും ഉണ്ട്, എല്ലാ കണക്കുകളും. സാർ പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ACS ഫിനാൻസ് ആണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. ഞങ്ങൾക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ 5 യോഗങ്ങളിൽ 2-3 മണിക്കൂർ പങ്കെടുത്ത ആളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിന്റെ ഫ്രെയിം, ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിന്റെ ചാപ്റ്റർ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിന്റെ വൈറ്റ് പേപ്പറിന്റെ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, എല്ലാ ഫാക്റ്റും, ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. ഫാക്ട് ചെക്ക് ചെയ്യണം. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട് ഇതിനകത്ത്. ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ആ കണക്ക് കൂടി ഇതിനകത്ത് പുറത്തു വെച്ചിട്ടുണ്ട്. ആളുകളെ കളിപ്പിക്കാനുള്ളതല്ല കണക്കെന്ന് പറയുന്നത്. റിയലിസ്റ്റിക് ആയിരിക്കണം സാർ കണക്ക്. എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ, ഞാനൊരു ദീർഘമായിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല, ഒരുപാട് സമയവും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ, ഇപ്പൊ പറഞ്ഞു ധനപ്രതിസന്ധി, ആ ധനപ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സാർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാന്റിന്റെ പൈസ വന്നു ലാസ്റ്റ് ആയപ്പോഴേക്കും. വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് വന്നു. സാർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിനുശേഷമാണ് 18 മെയ് 16-ാം തീയതി 6,000 കോടി ഉണ്ടോ?
2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.